നമസ്കാരം, ഞാൻ ഡോക്ടർ അനൂപ്, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിലെ റൊമറ്റോളജിസ്റ്റാണ്. റീസെൻ്റ്ലി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടി അഡ്മിറ്റ് ആയിരുന്നു. അവർക്ക് SLE രോഗമാണ് ഉണ്ടായിരുന്നത്. ഒരു വർഷം മുൻപ് അവർക്ക് ആ രോഗം ഡിറ്റക്റ്റ് ചെയ്തതാണ്. ആ സമയത്ത് വളരെ ചെറിയ സിംറ്റംസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ കുറച്ചു കാലം അതിന് മരുന്ന് കഴിച്ചു, പിന്നീട് അത് നിർത്തി. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി. അതിനുശേഷം ആ കുട്ടിക്ക് വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. കുട്ടി നമ്മുടെ ഹോസ്പിറ്റൽ ICUയിൽ അഡ്മിറ്റ് ആവുകയും ഒരുപാട് ദിവസങ്ങളിലെ ചികിത്സയിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ ആ കുട്ടിയുടെ പ്രഗ്നൻസി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പല ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളും പ്രഗ്നൻസിയിൽ ഫ്ലെയർ ആവുകയും അധികമാവുകയും ചിലപ്പോഴൊക്കെ പ്രഗ്നൻസിയിൽ കുറയുകയും ചെയ്യാറുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ അസുഖമുള്ളവർ പ്രഗ്നൻസിക്ക് മുന്നേ അത് കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ അസുഖത്തെ നമ്മുടെ കൺട്രോളിലാക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ പ്രഗ്നൻസിക്ക് കോമ്പാറ്റബിൾ ആയിട്ടുള്ള മരുന്നുകളാണോ നമ്മൾ ഉപയോഗിക്കുന്നതെന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, SLE മുതലായ എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുള്ളവരും ഒരു റൂമറ്റോളജിസ്റ്റിനെ കണ്ട് നമ്മൾ പ്രഗ്നൻസിക്ക് റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. താങ്ക് യു.